രായപ്പൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ചർച്ചയാണ്. രായപ്പൻ അകത്തേക്കാണോ പുറത്തേക്കാണോ? കാരണം പൃഥ്വിരാജ് എടുത്ത ഒരു സിനിമയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളും ചർച്ചയായി മാറിയിരിക്കുന്നത്. ആളറിഞ്ഞ് കളിക്കട എന്നൊക്കെ പറഞ്ഞ് രായപ്പൻ്റെ പ്രിയ പത്നി സുപ്രിയ മോള് രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു RSSൻ്റെ ഒരു നേതാവിട്ട ഒരു പോസ്റ്റാണ് എന്നെ വലിയ രീതിയിൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി, കൈവിലങ്ങ് വയ്ക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയുമുള്ള നാടാണ്. കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് രായപ്പൻ മനസ്സിലാക്കണം. സത്യത്തിൽ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ കണ്ടവരോട് ഞാൻ ചോദിച്ചപ്പോൾ അതിൽ ഒരു 80% പേരും എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചവരിൽ 80% പേരും എന്നോട് പറഞ്ഞത്, എന്തിനാണ് ഈ ഗുജറാത്ത് കലാപം ആ ഒരു വില്ലനെ കാണിക്കാനായി എന്തിനാണ് ആ കലാപത്തെ അവിടെ കൊണ്ടുവന്ന് കുത്തിത്തിരുകിയത്? അതാണ് രായപ്പൻ്റെ രാഷ്ട്രീയം. രായപ്പൻ ആളറിഞ്ഞ് കളിക്കണമായിരുന്നു. ഇത് ഇന്ത്യയാണ്. ഇവിടെ ഒരു വിഭാഗത്തെ സുഖിപ്പിക്കാനായി മറ്റൊരു വിഭാഗത്തെ ക്രൂശിലേറ്റുന്നത് നടക്കില്ല രായപ്പ. അതിന് എന്തൊക്കെ ഈ അച്ചടി ഭാഷയിൽ സംസാരിച്ചാലും, ഇനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന ഇംഗ്ലീഷ് മുഴുവൻ ഇവിടെ ചർവറ കടുവറ പോലെ വറുത്തിറക്കിയാലും നടക്കില്ല. രാജ്യത്തെ വിഭജിക്കാനോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടന്ന കലാപത്തിൽ എന്താണ് സത്യാവസ്ഥ എന്ന് പോലും പുറത്തു വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ കുരിശിലേറ്റാൻ സമ്മതിക്കില്ല തന്നെ എന്നാണ് ജനങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ജിതിൻ ജേക്കബ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ജിതിൻ പറയുന്നത് ഇങ്ങനെയാണ്: തീവ്രവാദികളെ ഇന്ത്യയിൽ തല പൊക്കാൻ അനുവദിക്കാത്ത NIA എന്നും അവരുടെ പേടി സ്വപ്നമാണ്. അതുകൊണ്ട് NIA പരമാവധി താറടിച്ചു കാണിക്കാൻ സിനിമയിലൂടെ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. മനസ്സമാധാനത്തോടെ കഴിയുന്ന ജനങ്ങളെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് തിരികെ കിട്ടുമ്പോൾ ഇരവാദം ഇറക്കുന്ന ഉഡായിപ്പ് ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുവെന്നും ജിതിൻ പറയുന്നു. ജിതിൻ്റെ പോസ്റ്റാണ്. എമ്പുരാൻ സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും ഇത് മോഹൻലാൽ എന്ന നടനുണ്ടാക്കിയ ഡാമേജ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അയാൾ മലയാള സിനിമയിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഈ ഒരൊറ്റ സിനിമ നൽകിയ ചീത്തപ്പേര് അദ്ദേഹത്തെ വിട്ടുപോകില്ല. പൃഥ്വിരാജ് എന്ന ആൾ ആരാണെന്നും അയാളുടെ രാഷ്ട്രീയം, ഇന്ത്യ വിരുദ്ധത, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ ജനാധിപത്യത്തിന്റെ മറവിൽ പരസ്യമായി പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടനകളോടുള്ള അയാളുടെ ആഭിമുഖ്യം എല്ലാം പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. ലക്ഷറി തൊയ്ബ എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയിൽ ഉണ്ടായിരുന്ന തീവ്രവാദിയെ വെള്ളപൂശി നായകനാക്കിയതും ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും ഇന്ത്യയെ ഭീകരാക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുകയും ചെയ്യുന്ന സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരെ വില്ലന്മാരായി കാണിക്കുകയും ചെയ്യുന്ന പൃഥ്വിരാജ് സിനിമ വലിയ ഞെട്ടൽ ഉളവാക്കുന്നില്ല എന്നതാണ് സത്യം. സിനിമയിൽ ലക്ഷറി തൊയ്ബ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ സംസാരിക്കുമ്പോൾ അതിന് കൊടുത്തത് വലിയ ഹൈപ്പാണെന്ന് ചിത്രം കണ്ടവർ പറയുന്നു. ഇന്ത്യയിൽ കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും സിനിമയിൽ കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ അറസ്റ്റ് നടത്തുന്നത് NIA ദേശീയ അന്വേഷണ ഏജൻസിയാണ്. NIA തീവ്രവാദ കേസുകളാണ് അന്വേഷിക്കുന്നത്. തീവ്രവാദികളെ ഇന്ത്യയിൽ തലപൊക്കാൻ അനുവദിക്കാത്ത NIA എന്നും അവരുടെ പേടി സ്വപ്നമാണ്. അതുകൊണ്ട് NIA പരമാവധി താറടിച്ചു കാണിക്കാൻ സിനിമയിലൂടെ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ സിനിമയിലുണ്ടായ വിഷം ചീറ്റൽ സെൻസർ ബോർഡ് ആദ്യമേ കട്ട് ചെയ്തു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതെങ്കിലും അവരുടെ കണ്ണിൽപ്പെട്ടു എന്നത് വലിയ കാര്യം. സിനിമയുടെ തുടക്കത്തിൽ ഒരു വിഭാഗത്തിനെതിരെ മാത്രം നടക്കുന്ന ആക്രമണമായി ഒരു കലാപത്തെ വളച്ചൊടിച്ച് വെളുപ്പിക്കാൻ നോക്കിയതാണ് പൃഥ്വിരാജിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഒരുപക്ഷെ യഥാർത്ഥ സംഭവം അവിടെ കാണിച്ചിരുന്നു എങ്കിൽ സിനിമയിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇന്ത്യക്കെതിരെയും ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്ക് എതിരെയും ചീറ്റിയ വിഷം അത്രയും ചർച്ച ആകില്ലായിരുന്നു. പൃഥ്വിരാജ് കാരണം പെട്ടുപോയത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. 22 വർഷം മുൻപ് നടന്ന കലാപത്തെ വെള്ളപൂശി ഒരു വിഭാഗത്തെ വംശഹത്യ നടത്തിയെന്ന് പ്രചരിപ്പിച്ച് ആ ആയുധം അവസാനിപ്പിച്ചതായിരുന്നു. അങ്ങനെ അവർ ജനങ്ങളെ വിശ്വസിപ്പിച്ചു വെച്ചതായിരുന്നു.
യുവജനങ്ങൾക്കാകട്ടെ വെള്ളപൂശ കഥകൾ മാത്രമായിരുന്നു അറിയാമായിരുന്നത്. ഇനിയിപ്പോൾ എന്തിന്റെ പേരിൽ കലാപം തുടങ്ങി, ആരാണ് തുടങ്ങി വെച്ചത്, ആ സംഭവത്തിൽ എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു, എത്ര സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു, ആ കേസിൽ എത്ര പേരെ ഇന്ത്യയിലെ കോടതികൾ ശിക്ഷിച്ചു എന്നതെല്ലാം വീണ്ടും ചർച്ചയാകുന്നു. സിനിമയിൽ ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശി കാണിക്കുന്ന കലാപം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് 27 സ്ത്രീകളും 10 കുട്ടികളും അടക്കം 59 സാധാരണക്കാർ പൊള്ളലേറ്റ് കൊല്ലപ്പെടുകയും 48 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം മുതലാണ്. കലാപം തുടങ്ങാനുള്ള ആ സംഭവം ഒരു തരത്തിലും ചർച്ചയാകരുതെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും നിർബന്ധമുള്ള കാര്യമാണ്. അതാണ് പൃഥ്വിരാജിന്റെ വെള്ളപൂശൽ കാരണം വീണ്ടും ചർച്ചയാകുന്നത്. അതായത് സമാധാനത്തോടെ കഴിയുന്ന ജനങ്ങളെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് തിരികെ കിട്ടുമ്പോൾ ഇരവാദമിറക്കുന്ന ഉഡായിപ്പ് ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. പൃഥ്വിരാജ് വെള്ളപൂശാൻ നോക്കിയ കലാപത്തിൽ ഒരു വശത്ത് 790 പേരും മറുവശത്ത് 254 പേരും കൊല്ലപ്പെട്ടു. വംശഹത്യയായിരുന്നുവെങ്കിൽ ഒരു വശത്തെ ആളുകൾ മാത്രമേ കൊല്ലപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. അത് തന്നെയുമല്ല, ഇത് നിരപരാധികളെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിനെ തിരിച്ചു കിട്ടിയതല്ലേ. എമ്പുരാൻ സിനിമയിൽ തീവ്രവാദികളെയും തീവ്രവാദത്തെയും മഹത്വവൽക്കരിക്കുന്നു എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കുന്നുണ്ട്. അതായത് എമ്പുരാൻ ഹിന്ദു വിരുദ്ധ, ക്രിസ്ത്യൻ വിരുദ്ധ, ഇന്ത്യ വിരുദ്ധ സിനിമയായി ദേശീയ തലത്തിൽ തുറന്നു കാട്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ 17 കട്ട് ചെയ്ത സിനിമ വീണ്ടും സെൻസർ ചെയ്തിറക്കാൻ പോകുന്നത്. ഇന്നലെ വരെ ലാലേട്ട എന്ന് മാത്രം വിളിച്ചിരുന്ന മോഹൻലാലിനോട് 2 വാക്ക്. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന പൃഥ്വിരാജ് ചതിച്ചതാണെന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെ ചെയ്താൽ അങ്ങ് വെറും മൊണ്ണയാണ് എന്ന് ആളുകൾ വിധി എഴുതും. ഇനി അങ്ങുകൂടി അറിഞ്ഞുകൊണ്ടാണ് ലക്ഷറി ത്വയ്ബ എന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ട തീവ്രവാദിയെ നായക കഥാപാത്രമാക്കിയതും ഇന്ത്യയിലെ സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരെ വില്ലന്മാരായും സിനിമയിൽ കാണിച്ചതെങ്കിൽ വേറൊന്നും പറയാനില്ല. പക്ഷേ ഇനിയും രാജ്യസ്നേഹം, ഇന്ത്യൻ സേന എന്നൊന്നും പറഞ്ഞിറങ്ങിയേക്കരുത്. വെറുതെ ഇമോഷണലായി പറയുന്നതല്ല. ദിവസവും പട്ടാളക്കാർ രാജ്യത്തിനായി നടത്തുന്ന പലവിധ സേവനങ്ങൾ കാണുന്ന ഒരാൾ ആയതുകൊണ്ട് പറയുകയാണ്. രാജ്യം നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി അങ്ങേക്ക് ചേരില്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി ഇന്ത്യക്കെതിരെ കൊടും വിഷം തുപ്പുന്നവരുടെ കൂടെ നിന്നിട്ട് ആ യൂണിഫോം ഇട്ടാൽ അത് രാജ്യത്തിന് അപമാനമാണ്, സൈനികരോടുള്ള അനാദരവുമാണ്. രണ്ടും കൂടി വേണ്ട സാറേ. നിങ്ങൾക്ക് ജീവിതത്തിലും അഭിനയിക്കാം, അറിയാമായിരിക്കാം. പക്ഷേ ഇവിടത്തെ സാധാരണ ജനങ്ങൾക്ക് സിനിമയിലും അഭിനയിക്കാൻ അറിയില്ല, ജീവിതത്തിലും അഭിനയിക്കാൻ അറിയില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ അഭിനയിക്കുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ടെന്ന് മറക്കരുത്. മോഹൻലാലിന് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടെന്ന് തോന്നുന്നില്ല. അത്രമാത്രം വീഴ്ചയാണ് അദ്ദേഹം വരുത്തി വച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരോ എഴുതിയതുപോലെ എമ്പുരാന്റെ അടുത്ത പാർട്ടിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രായേൽ സേനയ്ക്ക് നേരെ എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുന്ന നായകനെ ആയിരിക്കും. ഇനിയിപ്പോൾ ആ മോഹം നടക്കുമെന്ന് തോന്നുന്നില്ല. എമ്പുരാൻ അടുത്ത ഒരു വരവുണ്ടാകുമോ എന്ന് കണ്ടറിയണം. എമ്പുരാന്റെ കളക്ഷൻ എന്ന് പറഞ്ഞ് നടത്തുന്നത് വെറും തള്ളുകൾ മാത്രമാണ് എന്ന ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ അറിയാം. ഇതിൽ ആകെ സഹതാപം അർഹിക്കുന്നത് ഗോകുലം ഗോപാലൻ ചേട്ടൻ മാത്രമാണ്. അദ്ദേഹത്തെ ഇതിൽ പെടുത്തി എന്ന് വേണം കരുതാൻ. 17 വെട്ടി സെൻസറിങ് നടത്തിയപ്പോൾ തന്നെ നീ തോറ്റു പൃഥ്വിരാജ്. നീ എന്താണ് കരുതിയത്? എണ്ണപ്പണത്തിന്റെ പിൻബലത്തിൽ ഈ രാജ്യത്തെക്കുറിച്ച് എന്തും വിളിച്ചു പറയാനും, രാജ്യത്തെ മോശമായി ചിത്രീകരിക്കാനും, രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ അവഹേളിക്കാനും, തീവ്രവാദത്തെ വെള്ളപൂശാനും നിനക്ക് പറ്റുമെന്നാണോ? ഈ രാജ്യത്തിന്റെ കരുത്തിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ആളറിഞ്ഞു കളിക്കടാ. ഈ രാജ്യം ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല, അത് മുഴുവൻ ജനങ്ങളുടെയും രാജ്യമാണ്. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും രായപ്പ, ഉത്തരം കിട്ടുന്നത് വരെ.